ഡെയിലി ലോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൂസിഫർ എന്ന മലയാള സിനിമയിൽ പറയുന്നൊരു വാചകമുണ്ട്. അങ്ങനെ രാംദാസ് എന്ന ഒരു വൻമരം വീണു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് 59 ചൈനീസ് നിർമ്മിത ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് നിരോധിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നിയത് തന്നെയാണ്, ടിക്ടോക്ക് എന്ന വൻമരം വീണു, ഇനി ആര്? കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാം, പക്ഷേ ഇതിൽ ഭയങ്കര രസകരമായ കാര്യമാണ്. 59 ആപ്ലിക്കേഷൻസ്, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാ ടിക്ടോക്ക് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ഇത് പ്രതീക്ഷിച്ചതൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും, കാരണം ഒരു 12-13 കോടി ഉപഭോക്താക്കള് ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ തന്നെയുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും വളരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, നേരത്തെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നും ഇന്ത്യയിൽ നിർമ്മിതമായ ആപ്ലിക്കേഷൻസ് ഒന്നും അല്ലല്ലോ. പക്ഷെ എനിക്ക് ഇന്നത് പറയാനുള്ളത് ഇതൊന്നുമല്ല, ടിക്ടോക്കിനെ കുറിച്ചാണ്. ഈ ലോക്ക്ഡൌൺ ആയതിനു ശേഷം, കൊറോണ എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞതിന് ശേഷം, നിർബന്ധിതമായിട്ടുള്ള ലോക്ക്ഡൌൺ വന്നതിന് ശേഷമാണ് ടിക്ടോക്കിനെ കുറിച്ച് ഞാനൊന്ന് പഠിക്കുന്നത്. അതിനു മുമ്പ് വരെ ടിക്ടോക്ക് അത്ര നല്ല രസമുള്ള കാര്യമല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. എല്ലാവരെയും പോലെ അത്ര രസമുള്ള കാര്യമല്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. ശരിക്കും ടിക്ടോക്ക് മനോഹരമായ ഒരു ആപ്ലിക്കേഷൻ ആണെന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ, എനിക്കൊന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് നന്നായിട്ട് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു നല്ല ആപ്ലിക്കേഷനായിട്ട് തോന്നി. ഒരു എന്റർടൈൻമെന്റ് പാക്കേജാണ്, ഒരു ബണ്ടിൽ ഓഫ് എന്റർടൈൻമെന്റ്സ്, അതാണ് ടിക്ടോക്ക്. നിരോധിച്ചതിന് പിന്നിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നു. നമ്മളുടെ രാജ്യത്തിന്റെ ഒരു സോവറിനിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനും അതിന് നേരെ ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളും ഏതൊരു രീതിയിലും തടയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ 59 അല്ല ഇനി 1000 ആപ്ലിക്കേഷൻസ് നിരോധിച്ചാലും രാജ്യത്തിന് വേണ്ടിയാകുമ്പോൾ നമ്മൾ അതനുസരിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഇതിനോടുകൂടി ചേർത്ത് വായിക്കാനുള്ള മറ്റൊരു കാര്യം, പണ്ട് പ്രിയദർശൻ, മലയാള സിനിമ സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത് സിനിമ കാണാൻ പോകുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോഴത്തെ രീതിയിൽ കൂട്ടണ്ട, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു സിനിമ കാണൽ, നമ്മൾ കുടുംബമൊത്ത് നമ്മുടെ അച്ഛൻ, അമ്മ, മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് പോകുന്ന ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. അതായത് സിനിമ കാണാനായിട്ട് പോകുന്നു, അന്ന് മൾട്ടിപ്ലക്സ് ഒന്നുമില്ല, സാധാരണ സിനിമാ കൊട്ടകളോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം, ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വളരെ ചുരുക്കമായിരുന്ന കാലത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പം തിരിച്ചു വരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 5-10 രൂപ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് 5-10 രൂപ ഒരാൾക്ക്, ഭക്ഷണം കഴിക്കുന്ന എല്ലാം കൂടെ കൂടി ചിലപ്പോൾ ഒരു 100 രൂപയിലൊക്കെ നിൽക്കുമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകൻ അങ്ങനെ പറയാൻ ഇടയായത്. ഇതൊരു ഔട്ടിങ്ങിനെ പോലെയാണ്, ഏറ്റവും ചീപ്പായിട്ടുള്ള ഔട്ടിംഗ് ആണ് സിനിമയെങ്കിൽ, ടിക്ടോക്ക് എന്ന് പറയുന്നത് ഒട്ടും ചെലവില്ലാത്തൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് ഞാനിതിൽ കണ്ടിട്ടുള്ളത് മൊത്തം സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആൾക്കാർ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, സിനിമ നടനാവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, പക്ഷെ അതിൻ്റെ വഴികളൊന്നും അറിയാത്ത ആൾക്കാർ, എങ്ങനെ പോകണം, ആരെ കാണണം, ഇതൊന്നും അറിയാത്ത ഒരുപാട് ഭാഗ്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എല്ലാവർക്കും സിനിമക്കാരാവണമെന്ന് വിചാരിച്ച് നടക്കില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിൽ അഭിനയിക്കാനുള്ള വകുപ്പുണ്ട്. അവർക്ക് ഇതിനകത്ത് ഡബ് സ്മാഷ് ചെയ്യാം, അവർക്ക് ലിപ് സിങ്കിങ് ചെയ്യാം. ബേസിക്കലി ഇതൊരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പം ഈ ലിപ് സിങ്കിങ് ചെയ്യുന്ന വഴി അവർക്ക് നന്നായിട്ട് അഭിനയിക്കാം. ഇൻഫർമേഷനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സൈറ്റ്സ് ഞാൻ കണ്ട, ഒരുപാട് ടിക്ടോക്ക് അക്കൗണ്ട്സ് അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. PSCക്ക് തയ്യാറാകാൻ വേണ്ടിയിട്ടുള്ള ചില അക്കൗണ്ട്സ്, ടിക്ടോക്ക് ഹാൻഡിൽസ് ഞാൻ കണ്ടു. അതിൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ചില ഹാൻഡിൽസ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു കുടുംബത്തിനോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒറ്റയ്ക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ അച്ഛനുമായിട്ട് ചേർന്ന്, നിങ്ങളുടെ പിതാവുമായിട്ട് ചേർന്നിട്ട് അഭിനയിക്കണമെങ്കിൽ അങ്ങനെ അഭിനയിക്കാം, ലിപ്സിങ്ക് ചെയ്യാം, പാട്ട് പാടാം, സ്കിറ്റ് അവതരിപ്പിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങളുടെ കുടുംബത്തിന് മൊത്തമായിട്ട് അച്ഛനും അമ്മയും മക്കളും എല്ലാം ചേർന്ന് അഭിനയിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മോഹൻലാലിനെ അനുകരിക്കണമെങ്കിൽ ചെയ്യാം, മമ്മൂട്ടിയെ അനുകരിക്കണമെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയ സ്ക്രിപ്റ്റോ സ്വന്തമായിട്ടുണ്ടാക്കിയ കവിതയോ ഒക്കെ പാടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം,
15 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ മാത്രമേ ഇതിൻ്റെ ദൈർഘ്യമുള്ളൂ ഏത് വീഡിയോയും. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആണെങ്കിലും മറ്റേത് വീഡിയോ കാണണമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു നീളത്തിനെ കുറിച്ചുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ചിലപ്പം ഒരു 5-6 മിനിറ്റ് കണ്ടതിന് ശേഷമായിരിക്കും നമുക്ക് തോന്നുക, ഇത് ഇത്രയും കാണേണ്ടിയിരുന്നില്ല, ഇതിന് കാണാനും മാത്രം ഒന്നുമില്ല. താല്പര്യമുള്ളതാണെങ്കിൽ നമുക്ക് എത്ര നേരം ഇരുന്ന് കാണുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ദൈർഘ്യക്കുറവാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. അത് 15 സെക്കൻഡ് മുതൽ 1 മിനിറ്റേ ഉള്ളൂ. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഭയങ്കര രസമാണ് ഇതിനകത്ത്. ഒരുപാട് ടാലൻസ് ഇതിനകത്തുണ്ട്. ഒരുപാട് ടാലൻസ്. ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ, പാട്ട് പാടുന്ന കുട്ടികൾ, അഭിനയിക്കുന്ന കുട്ടികൾ, പ്രോപ്പറായിട്ട് ഡയലോഗ് ഡെലിവറി, അതായത് ലിപ്സിങ്ക് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ, ചെറിയ കുട്ടികൾ, വലിയ ആൾക്കാർ എന്ന് വേണ്ട എല്ലാത്തരം ആൾക്കാരെയും ഇതിനകത്ത് ഞാൻ കണ്ടിരുന്നു. ചില സമയത്തൊക്കെ ഇത് സമയം പോകുന്ന അറിയില്ല. ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഏകദേശം ഒരു മാസത്തോളം 1.25 മാസത്തോളം ഞാനിത് ഉപയോഗിച്ചുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ പോലെ ആവും. അപ്പം നടക്കുന്ന സമയത്ത്, അതായത് ഞാൻ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഒരു മണിക്കൂറൊക്കെ വൈകുന്നേരങ്ങളിൽ ചിലപ്പം നടക്കുന്ന സമയത്ത് ഞാനിത് ചെവിയിൽ വെച്ചിട്ട് കണ്ടുകൊണ്ട് നടക്കും. ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഏരിയയിൽ സേഫായിട്ട് അങ്ങനെ നടന്നു പോകാൻ, ഈ വീഡിയോ കണ്ട് നടന്നു പോകാൻ പറ്റുന്നൊരു സ്ഥലം ആയതുകൊണ്ട് അത് പറ്റി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു റെവല്യൂഷനായിരുന്നു. ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു റെവല്യൂഷനായിരുന്നു. അതായത് എല്ലാ സാധാരണക്കാരനും ഇപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനൊന്നും എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് അതിൽ നിന്ന് സൗണ്ട് സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് നമ്മളുടെ ചുണ്ടുകൾ ഒപ്പിച്ച് അഭിനയിക്കുകയോ പാട്ട് പാടുകയോ നൃത്തം ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാനുള്ള എന്ത് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ടിക്ടോക്ക് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഇതിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ്, അതായത് ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ടിക്ടോക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് അത് മോണിറ്റൈസ് ചെയ്യാന്നാണ് അതിന് ആ ഒരു രംഗത്തുള്ളവർ പറയുക. അതായത് അതിൽ നിന്നൊരു വരുമാനം, അവരുടെ പരസ്യങ്ങൾ ഓടിക്കുന്നതിൽ നിന്നുള്ളൊരു വരുമാനം അവർ കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് പണം ഉണ്ടാക്കിയ ആൾക്കാരും പ്രശസ്തി ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത് അത് എനിക്ക് അതിശയം വന്നത്, ഐശ്വര്യ റായ് എന്ന് പറയുന്ന സിനിമാ താരത്തോട് സാമ്യമുള്ള ഒരു പെൺകുട്ടി, തൊടുപുഴക്കാരിയായ ഒരു പെൺകുട്ടി അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനത്തെ വീഡിയോസാണ്. അപ്പം എനിക്കത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഛായ ഉണ്ട് എന്ന് തോന്നി. അപ്പോൾ അതിൽ കമൻസും ഒക്കെ ഒരുപാട് വരുന്നതൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു. ഒരു ദിവസം ഞാൻ പത്രത്തിൽ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് 1-2 മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് കണ്ടു. അതിനെ തുടർന്ന് അതിനെ ഫോട്ടോഷൂട്ട് ചെയ്യാനോ ആ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യാനോ ഒക്കെ ആയിട്ട്. അപ്പോൾ എത്ര പെട്ടെന്നാണ് പ്രശസ്തിയിലേക്ക് സാധാരണ വീട്ടിലിരുന്ന് ഒരു ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ കൊണ്ട്, വീഡിയോ ഷെയറിങ് ആപ്ലിക്കേഷൻ കൊണ്ട് ആൾക്കാർ പ്രശസ്തിയിലേക്ക് എത്തുന്നു. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്ന ഒരു ടിക്ടോക്ക് ഹാൻഡിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പുതിയ വാക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഭാഷാ ശൈലിയെക്കുറിച്ചോ അതിനകത്ത് പറയുന്നത്. ഒരു കഴിവില്ലാത്ത ആൾക്കാരും ഇതിനകത്ത് ലൈക്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാലത്ത് ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ചില കുട്ടികളൊക്കെ ഓടുന്ന വണ്ടിയുടെ മുമ്പിൽ പോയി നിൽക്കുക, ട്രെയിനിൻ്റെ മുമ്പിൽ നിൽക്കുക, അങ്ങനത്തെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ടിക്ടോക്കിനെ ഒരു പരിധിവരെ ആൾക്കാർ വേർതിരുന്നത്. പക്ഷേ എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ കാര്യങ്ങളും മിസ്യൂസ് ചെയ്യുന്ന പോലെ, ദുരുപയോഗം ചെയ്യുന്ന പോലെ ഇതും അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും ഒരു കാര്യം, ഇത് നിരോധിച്ചു, ബാൻ ചെയ്തു. ടിക്ടോക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ചിലപ്പോൾ ഇനി ഒരു പക്ഷേ നിരോധനം മാറ്റിയില്ലെന്ന് വരാം. ചിലപ്പോൾ ഇത് ടിക്ടോക്ക് ഇതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചു വരാം. പക്ഷേ ഇതുപോലെ ശക്തമായ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഇത്രയും രസകരമായ ഒരു ആപ്ലിക്കേഷൻ, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഈ അടുത്ത കാലത്തും കണ്ടിട്ടില്ല. വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അതിന് തൊട്ട് പുറകെ കുറച്ച് കാര്യങ്ങൾ കൂടെ. ഇത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 1,30,00,000 ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ് ഇന്ത്യയിൽ തന്നെ. ഇത് ചൈനയിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ജനനം. ഇത് ആദ്യം 2016 തോന്നുന്നു ഇത് ആദ്യമായിട്ട് വന്നത്. പിന്നീട് 2018 ഇത് വളരെ ശക്തമായി മ്യൂസിക്കലി എന്ന് പറയുന്ന വേറൊരു ആപ്ലിക്കേഷനുമായിട്ട് മേർജ് ചെയ്ത് വീണ്ടും റീലോഞ്ച് ചെയ്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സമയത്ത് 2018 തോന്നുന്നു ഐട്യൂൺസിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ആ വർഷം ഡൗൺലോഡ് ചെയ്യപ്പെട്ടത് ടിക്ടോക്കാണ്. ഇങ്ങനെ പല പ്രത്യേകതകളുണ്ട്. നിരോധിച്ചത് നമ്മളുടെ സ്വകാര്യ വിവരങ്ങൾ ചൈന ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലിനെ തുടർന്നാണ് ഇന്ത്യ മഹാരാജ്യം ഇത് നിരോധിച്ചത്. അത് ചിലപ്പോൾ ശരിയായിരിക്കാനും ശരിയല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യം അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം. മനുഷ്യനുള്ളിടത്തോളം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും.
അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ഉണ്ടാക്കി ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഉപയോഗിക്കാൻ ഇടവരുന്നൊരു കാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഒരിക്കൽ കൂടി നന്ദി.